ഇനി നമുക്ക് വിദേശ വാർത്തയിലേക്ക് ഇന്നിത്തിരി സമയക്കുറവുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. പി ജെയിംസ് നമുക്കൊപ്പം ചേരുകയാണ്. ഗസയിൽ മരുന്നും ഭക്ഷണവും കൊണ്ടുപോയ UN വാഹന കോൺവോയ്ക്കെതിരെ ഇസ്രായേൽ സൈന്യത്തിന് ആക്രമണം ഉണ്ടായി എന്ന ഷോക്കിംഗ് വാർത്ത വരുന്നുണ്ട്. പ്രതിഷേധത്തിനിടെ ജീവനക്കാരുടെ ജീവകാരുണ്യ പ്രവർത്തനം നിർത്തിവെക്കാൻ UN നിർദ്ദേശമുണ്ടായി. ഇസ്രായേലിൻ്റെ വെസ്റ്റ് ബാങ്ക് ആക്രമണത്തിൽ ഹമാസ് കമാൻഡർ അടക്കം 20 പേർ കൊല്ലപ്പെട്ടു എന്നാണ് വാർത്ത. പി ജെയിംസ് വിശദാംശങ്ങൾ നൽകും. ഗുഡ് മോർണിംഗ് പി ജെയിംസ്. ഗുഡ് മോർണിംഗ് എസ്കെഎൻ. ഹായ് എസ്കെഎൻ. ഇസ്രായേലിൽ വല്ലാത്ത പ്രശ്നങ്ങൾ തന്നെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് മാത്രമല്ല, ഇസ്രായേൽ ഈ ഗസയ്ക്ക് പുറമെ വെസ്റ്റ് ബാങ്കിലേക്ക് കൂടി ആക്രമണം കഴിഞ്ഞ 3 ദിവസമായി നീട്ടിയിരിക്കുന്നു. ഒരുപാട് പേർ കൊല്ലപ്പെടുന്നുണ്ട്. ഹമാസിൻ്റെ കമാൻഡർ മുഹമ്മദ് ജാബിർ അടക്കമുള്ളവർ 20 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു വെസ്റ്റ് ബാങ്കിൽ. ഗസയ്ക്ക് പുറത്താണ്. ഇസ്രായേൽ അധിനിവേശ പ്രദേശമാണ് വെസ്റ്റ് ബാങ്ക്. അതിൻ്റെ ഒരു ഭാഗത്ത് പലസ്തീനികളും മറുഭാഗത്ത് ഇസ്രായേലുമാണ് ഉള്ളത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്ന എസ്കെഎൻ, ഐക്യരാഷ്ട്ര സഭയുടെ കീഴിൽ മരുന്നും ഭക്ഷണവും എത്തിക്കുന്ന കോൺവോയ്ക്ക് നേരെ ഗസയിൽ ഇസ്രായേൽ സേന ആക്രമണം നടത്തിയിരിക്കുന്നു. ഇതാദ്യമല്ല. നേരത്തെയൊക്കെ ഇസ്രായേൽ ഇതിൻ്റെ പേരിൽ വലിയ രീതിയിൽ ഞങ്ങൾ തെറ്റുപറ്റി എന്ന് പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ ഇതാ വീണ്ടും വലിയ ആക്രമണം നടന്നിരിക്കുന്നു. ചിലരൊക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന രീതിയിലാണ് വാർത്തകൾ വന്നിരിക്കുന്നത്. അത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണമില്ല. എന്തായാലും ഐക്യരാഷ്ട്രസഭ അതിശക്തമായിട്ട് പ്രതിഷേധിച്ചിട്ടുണ്ട്. സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് തന്നെ അവിടുത്തെ മുഴുവൻ ജീവനക്കാരോടും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തൽക്കാലം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കാരണം ഇസ്രായേൽ സേനയുടെ ആക്രമണത്തിൽ UN ജീവനക്കാർ കൊല്ലപ്പെടുന്ന അവസ്ഥയുണ്ടായ സാഹചര്യത്തിൽ തന്നെയാണ് എസ്കെഎൻ. അപ്പോൾ ഈ ഇസ്രായേലിലെ പ്രശ്നങ്ങൾ അതീവ രൂക്ഷമാവുന്നതിൻ്റെ ഏറ്റവും വലിയ സൂചന അമേരിക്ക തന്നെ പറഞ്ഞിരിക്കുന്നു. ഐക്യരാഷ്ട്രസഭയിലെ ജീവനക്കാരോട് ഈ ചെയ്തത് ഇസ്രായേൽ ചെയ്തതിനെ ന്യായീകരിക്കാനാവില്ല. ഈ തരത്തിലാണെങ്കിൽ ഇസ്രായേലിന് ഇനി ആയുധങ്ങൾ നൽകുന്നതിൽ നിന്ന് പിന്മാറേണ്ടി വരും എന്ന് അമേരിക്ക തന്നെ മുന്നറിയിപ്പ് നൽകുന്ന അവസ്ഥയിലെത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ എസ്കെൻ അറിയാലോ, ഉക്രൈനിലും യുദ്ധം തുടരുകയാണ്. അവിടെ വല്ലാത്ത രീതിയിലുണ്ട്. ഇന്ത്യയുടെ റോള് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ത്യയിൽ സമാധാന സമ്മേളനം നടത്തണമെന്ന് ഒരുപാട് രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നു. ഉക്രൈൻ തന്നെ വീണ്ടും ആവശ്യപ്പെട്ടിരിക്കുന്നു. അവിടെ യുദ്ധം തുടരുന്നു. റഷ്യ കയറി ഉക്രൈനിലെ പല പ്രദേശങ്ങളിലും ആക്രമണം നടത്തി. 7 പേർ കൊല്ലപ്പെട്ടു. പ്ലേ ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി, 14 വയസ്സുകാരി പെൺകുട്ടി അടക്കം ഉക്രൈനിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. റഷ്യയുടെ 2 കിലോമീറ്റർ കൂടി ഉക്രൈൻ സേന പിടിച്ചടക്കിയെന്ന വാർത്ത കൂടി വരുന്നു എസ്കെഎൻ. ഓക്കെ, താങ്ക് യു പി ജെയിംസ്. ഇനി വിദേശ വാർത്തകൾ നാളെ.